കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ദേവീ ക്ഷേത്രം. അറബിക്കടലിന്റെ ഓങ്കാര ശംഖധ്വനിയോടെ ഉണരുന്ന കൊല്ലങ്കോട് എന്ന കടലോര ഗ്രാമത്തിൽ ഇഷ്ടവരപ്രദായിനിയായ ശ്രീ ഭദ്രകാളി ദേവി ഇരട്ട ദേവതാ രൂപത്തിൽ കുടികൊള്ളുകയാണ്. ഭദ്രയായും രുദ്രയായും സങ്കല്പിച്ച് ആരാധിച്ചു പോരുന്നുണ്ടെങ്കിലും ഒറ്റ ദേവതയായിട്ടാണ് ഭദ്രകാളി ദേവി ദർശനമരുളുന്നത്. കന്യാകുമാരി ജില്ലയിലെ വിളവിൻകോട് താലൂക്കിൽ കൊല്ലങ്കോട് പഞ്ചായത്തിലാണ് കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ദേവീ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീവാഴുംകോട്, വഞ്ചിഭൂമി, വേണാട്, ധർമ്മരാജ്യം എന്നിങ്ങനെ നിരവധി നാമങ്ങളാൽ സുപ്രസിദ്ധമായ തിരുവിതാംകൂർ ദേശത്തിലായിരുന്നു വിളവിൻകോട്. ഐശ്വര്യസമ്പൂർണവും വിളഭൂയിഷ്ടവുമായ വിളവിൻകോട് ഗ്രാമത്തിലെ അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണ് കൊല്ലങ്കോട്. ആയിരത്തി 1956 വരെ കേരളത്തിന്റെ ഭാഗമായിരുന്നു ഈ കടലോര ഗ്രാമം. പിന്നീട് തമിഴ്നാടിനോട് കൂട്ടിച്ചേർക്കുകയായിരുന്നു. പച്ച പരവതാനി വിരിച്ചിട്ട പാടശേഖരങ്ങളും ആമ്പൽക്കുളങ്ങളും പൂങ്കാവുകളും നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു കൊല്ലങ്കോട്. വെങ്കഞ്ഞി, അണുക്കോട്, പനവിള എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെട്ട ഒരു ചെറുഗ്രാമം. തമിഴ്നാടിന്റെ ഭാഗമാണ് ഈ ഗ്രാമപ്രദേശമെങ്കിലും ഇവിടെ ഭൂരിഭാഗം പേരും മലയാളം സംസാരിക്കുന്നവരാണ് എന്നതുകൊണ്ട് തന്നെ ഒരു കേരളീയ ഗ്രാമമായാണ് കൊല്ലങ്കോട് നിലനിൽക്കുന്നത്. ആകാശ നീലിമയ്ക്ക് കീഴിൽ കടലോരത്ത് സ്ഥിതി ചെയ്യുന്ന കൊല്ലങ്കോട് ഭദ്രകാളി ദേവീ ക്ഷേത്രത്തിൽ വരിക്കപ്ലാവിൽ തീർത്ത് നാഗഫണങ്ങളാൽ അലങ്കൃതമായ അർദ്ധവൃത്താകാരമായ മുടികളിലാണ് ദേവിമാർ കുടികൊള്ളുന്നത്. ദയാമയിയായ ദേവിമാർ വടക്കു മുഖമായി ഭദ്രാസനസ്ഥരായി ഭക്തജനങ്ങൾക്ക് ദർശന സായുജ്യമരുളുന്നു. 2 ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത്. ഒരേ ദേശത്ത് ഒരേ ദേവിക്കായി 2 ക്ഷേത്രങ്ങളുള്ള അപൂർവമായ ഒരു സ്ഥലമാണ് കൊല്ലങ്കോട്. കൊല്ലങ്കോട് ദേശത്തെ പ്രധാന പാടശേഖരത്തോട് ചേർന്ന് നിൽക്കുന്ന പുണ്യഭൂമിയിൽ മൂലക്ഷേത്രമായ ശ്രീ വട്ടവിള ഭദ്രകാളി മുടിപ്പുര സ്ഥിതി ചെയ്യുന്നു. ഇരുദേവതമാരുടെ ഒരുമയാൽ ധന്യമായ ഈ കാളീദേവി ക്ഷേത്രത്തിലാണ് ദേവിയുടെ സ്ഥിര സാന്നിധ്യവും നിത്യപൂജയുമുള്ളത്. 2ാമത്തെ ക്ഷേത്രം വെങ്കഞ്ഞി ദേശത്താണ്. ദേവിയുടെ ജന്മദിനമായ മീനഭരണി തൂക്കമഹോത്സവമായി ആഘോഷിക്കുന്ന ഉത്സവകാലത്താണ് വെങ്കഞ്ഞി ക്ഷേത്രത്തിൽ ഭദ്രാദേവിയുടെ ദിവ്യ സാന്നിധ്യം ദർശനമാകുന്നത്. ഒന്നിടവിട്ടുള്ള മണ്ഡലകാലത്തും ദേവി വെങ്കഞ്ഞി മുടിപ്പുരയിൽ കുടികൊള്ളുന്നു. കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ദേവീ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പഴമക്കാർ പറഞ്ഞുവന്ന ചില കഥകൾ ഐതിഹ്യങ്ങളായി നിലനിൽക്കുന്നുണ്ട്. പണ്ട് ഒരു ബ്രാഹ്മണൻ കൊടുങ്ങല്ലൂരിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോവുകയായിരുന്നു. കന്യാകുമാരി ദേവിയുടെ ദർശനം തേടിയായിരുന്നു ആ ബ്രാഹ്മണൻ യാത്ര തിരിച്ചതത്രേ. യാത്രാമധ്യേ ഒരു ദിവസം സന്ധ്യയ്ക്ക് ബ്രാഹ്മണൻ കൊല്ലങ്കോട് വന്നെത്തി. യാത്ര ചെയ്ത് വിവശനായ ബ്രാഹ്മണൻ വഴിയരികിലുള്ള പുറക്കാൽ ഭവനത്തിൽ വിശ്രമത്തിനായി ചെന്നു. അന്ന് ആ വീട്ടിലുണ്ടായിരുന്ന മുത്തശ്ശി തന്റെ സേവകരായ 2 സ്ത്രീകളെ അദ്ദേഹത്തെ പരിചരിക്കുവാനായി നിയോഗിച്ചു. വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ആനന്ദി, പൊന്നി എന്നീ 2 സ്ത്രീകളായിരുന്നു അവർ. ഇളനീർ, പഴം, പാൽ, അവിൽ, മലർ എന്നിവ നൽകി അവർ ബ്രാഹ്മണനെ സൽക്കരിച്ചു. ജ്യോതിശാസ്ത്ര വിശാരദൻ കൂടിയായിരുന്നു വന്നുചേർന്ന ആ ബ്രാഹ്മണൻ. ആ വിശേഷ മുഹൂർത്തത്തിൽ ഒരു കുഞ്ഞു ജനിച്ചാൽ തേജസ്വിയും ഉത്തമ ബുദ്ധിമാനും ശ്രേഷ്ഠനുമായി തീരുമെന്ന് ആ പണ്ഡിതൻ മനസ്സിലാക്കി. ആ വിവരം അദ്ദേഹം ആ സ്ത്രീകളെ അറിയിച്ചു. അങ്ങനെ ബ്രാഹ്മണനിൽ കൊല്ലസ്ത്രീക്ക് ജനിച്ച കുമാരനാണത്രേ മാഘി മാർത്താണ്ഡൻ അഥവാ ആദി മാർത്താണ്ഡൻ. കന്യാകുമാരി ദർശനം കഴിഞ്ഞ് തിരിച്ചു വന്ന ബ്രാഹ്മണൻ ഒരു വിശിഷ്ട ഗ്രന്ഥം അവർക്ക് നൽകുകയും അദ്ദേഹം പൂജിച്ചിരുന്ന സാളഗ്രാമം ആ വീടിനോട് ചേർന്ന കിണറ്റിൽ നിക്ഷേപിക്കുകയും ചെയ്തു. ഭാവിയിൽ ഇവ 2ഉം ഉത്കൃഷ്ടഫലം നൽകുമെന്നറിയിച്ച് യാത്രയാവുകയും ചെയ്തു. പിതാവിന്റെ പ്രവചനം പോലെ ആദിമാർത്താണ്ഡൻ ഭക്തനും സിദ്ധനും പ്രശസ്തനുമായി തീർന്നു.
പിൽക്കാലത്ത് ഒരു കൊല്ലസ്ത്രീ പുറക്കാൽ വീട്ടിലെ കിണറിൽ നിന്നും വെള്ളം കോരുന്നതിനിടെ പാക്ക് രൂപത്തിൽ ഒരു തേജോഗോളം കാണപ്പെട്ടു. പാക്ക് മുറിച്ചപ്പോൾ അതിൽ നിന്നും രക്തപ്രവാഹമുണ്ടായത്രേ. ഭയന്നു നിലവിളിച്ച കൊല്ലസ്ത്രീ ബോധരഹിതയായി. നാട്ടുകാർ കൂടി ദേവപ്രശ്നം വയ്പ്പിച്ചു. ദേവപ്രശ്നത്തിൽ കിണറ്റിൽ നിന്നും കിട്ടിയ സാളഗ്രാമത്തിൽ ഭദ്രകാളി ദേവിയുടെ സാന്നിധ്യമുണ്ടെന്നും അമ്പലം നിർമ്മിക്കണമെന്നും തെളിഞ്ഞു. അങ്ങനെയാണ് വട്ടവിളയിൽ ആദ്യമായി മുടിപ്പുര ഉണ്ടാകുന്നത്. കൊല്ലങ്കോട് ദേശത്തെത്തിച്ചേർന്ന ബ്രാഹ്മണന്റെ മകൻ ആദിമാർത്താണ്ഡനാണ് മൂലക്ഷേത്രത്തിൽ ആദ്യമായി പൂജാനിവേദ്യങ്ങൾ അർപ്പിച്ചത്. ആ കൊല്ലസ്ത്രീയുടെ വംശപരമ്പരയിൽപ്പെട്ട പുരുഷന്മാരാണ് ഇന്നും ക്ഷേത്രത്തിൽ പൂജാകർമാദികൾ ചെയ്തു വരുന്നത്. പുറക്കാൽ കിണറിനെയാണ് ദേവിയുടെ ഉത്ഭവസ്ഥാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ പുറക്കാൽ ഭവനവും കിണറും ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മീനമാസത്തിലെ രണ്ടാമത്തെ ഭരണിയാണ് ശ്രീ ഭദ്രാദേവിയുടെ ജന്മദിനമായി കൊണ്ടാടുന്നത്. മീനഭരണി ദിവസമാണ് പ്രസിദ്ധവും ഭക്തിനിർഭരവുമായ തൂക്ക മഹോത്സവം എന്ന നേർച്ചാ മഹോത്സവം നടത്തുന്നത്. അതിപ്രാചീനമായ ഈ തൂക്ക മഹോത്സവം ഭദ്രകാളി ക്ഷേത്രോത്ഭവത്തോടനുബന്ധിച്ച് തന്നെ തുടങ്ങിയെന്നാണ് കരുതപ്പെടുന്നത്. തൂക്കുവില്ലിൽ നേർച്ചയ്ക്കെത്താത്ത ഒരൊറ്റ കുഞ്ഞുപോലും കൊല്ലങ്കോട് നാട്ടിൽ ഇല്ലെന്നത് അതിശയോക്തിയല്ല. പഴയകാലം മുതലുള്ള ഈ കീഴ്വഴക്കത്തോടും ആഘോഷത്തോടും അത്രയും അചഞ്ചലമായ ഭക്തിയും അതിരറ്റ വിശ്വാസവുമാണ് ആളുകൾക്ക് അന്നും ഇന്നും. സന്താനലബ്ധിക്കും ഇഷ്ടസന്താന ലാഭത്തിനും അഭീഷ്ടസിദ്ധിക്കും രോഗശാന്തിക്കുമൊക്കെയായിട്ടാണ് തൂക്കനേർച്ച നടത്തുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിൽ ഒരുക്കി തൂക്കവെലിൽ തൂക്കവ്രതക്കാർ തൂക്കനേർച്ചയ്ക്കായി എത്തുന്ന കുഞ്ഞുങ്ങളെയുമെടുത്ത് പ്രദക്ഷിണം നടത്തുന്ന ചടങ്ങാണ് തൂക്കം. ഞായർ, ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിൽ മാത്രമായിരുന്നു ആദ്യകാലങ്ങളിൽ പൂജ ഉണ്ടായിരുന്നത്. പ്രസിദ്ധങ്ങളായ ചില പുണ്യദിനങ്ങളിൽ കൂടി പൂജ തുടങ്ങി. ഇപ്പോൾ എല്ലാ ദിവസവും പൂജ നടന്നുവരുന്നു. കൂടാതെ എല്ലാ മാസത്തിലും ഭരണി പൂജയ്ക്കും ഏർപ്പാടുണ്ടായി. നിത്യപൂജയ്ക്ക് വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട പൂജാരിയും ഭരണി പൂജയ്ക്ക് ബ്രാഹ്മണശ്രേഷ്ഠനും എന്ന് നിശ്ചയിക്കുകയും ചെയ്തു.